Good morning, friends. Welcome to today's class. Today we are discussing about optical sources. Optical sources are the second part of module 2. Okay, അപ്പോൾ module 2 നമ്മൾ what is fiber materials അങ്ങനെ മെറ്റീരിയൽസിന് ഫൈബറിനെ കുറിച്ചും ഫൈബർ ടൈപ്സും ഫൈബർ കേബിൾ സ്ട്രക്ചർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ സോഴ്സസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2ൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഒപ്റ്റിക്കൽ സോഴ്സസ്. ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സോഴ്സ് അല്ലേ, ലൈറ്റ് പ്രൊഡ്യൂസിങ് സോഴ്സ് ആണ് ഒപ്റ്റിക്കൽ സോഴ്സസ്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ രണ്ട് ഒപ്റ്റിക്കൽ സോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് LED ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ലേസർ ഡയോഡ്സ്, ദാറ്റ് ഈസ് LD. ലേസർ ഡയോഡും ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡയോഡ്സിൻ്റെ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഇലക്ട്രിക്കൽ എനർജീനെ അതിലോട്ട് ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ ആ ഇലക്ട്രിക്കൽ എനർജീനെ അവർ ഒപ്റ്റിക്കൽ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആക്കി മാറ്റും. ദീസ് ലൈറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. ആ ഒരു ലൈറ്റാണ് ഫൈബറിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ. സോ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സോഴ്സസ്. ഒപ്റ്റിക്കൽ സോഴ്സസിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് LED ആൻഡ് LD. ഇതിൽ മെയിനായിട്ട് LED-യിലും LD-യിലും നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബേസിക് നോളജ് അബൌട്ട് വാട്ട് ഈസ് LED ആൻഡ് LD ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് LED ആൻഡ് LD. ദെൻ പിന്നെ LED LDയുടെ സ്ട്രക്ചേഴ്സ് ആൻഡ് LEDൻ്റെയും LDൻ്റെയും അതായത് ലേസർ ഡയോഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയാണ് അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൂവിങ് ടു LED കുറിച്ച് പഠിക്കാം. അപ്പോൾ LED കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചും അതായത് നമ്മൾ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാം. അതായത് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്ന് ഫ്രഷപ്പ് ചെയ്യാം. കാരണം നമ്മൾ LED എന്ന് പറയുമ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. So before going to LED and LD, we have to study about what is intrinsic semiconductor, what is semiconductor, what is intrinsic semiconductor, what is extrinsic semiconductor, what is p-type and n-type semiconductor, and what is band gap energy band gap diagram, അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ, അങ്ങനെ കുറച്ച് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അപ്പം ഞാൻ ആ ഒരു ബേസിക്സ് കിട്ടാനും വേണ്ടി ജസ്റ്റ് ഒരു ഗ്ലാൻസ്, ഓക്കെ, നമ്മളെ ബേസിക്സിലോട്ട് ജസ്റ്റ് ഒരു ഗ്ലാൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ബേസിക്സ് ഒന്ന് നോക്കാം. Okay, semiconductor materials have conduction properties that lie somewhere between those of metals and insulator. We have metals are the superconductors. Okay, metals are a highly conductive material. Insulators are non-conductive material. Semiconductors are between metals and insulators are conduction. So conduction in between metals and insulators is called semiconductors. Okay, the semiconductors nu parayumbom അതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് സിലിക്കൺ, ലൊക്കേറ്റഡ് ഇൻ ഗ്രൂപ്പ് 4 ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഗ്രൂപ്പ് 4ലുള്ള സംഭവങ്ങളിലാണ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ മെയിൻ എക്സാമ്പിളാണ് സിലിക്കൺ. നമുക്ക് ഇവിടെ വേണ്ട സിലിക്കൺ ആയതുകൊണ്ടാണ് സിലിക്കൺ പറയുന്നത്. ഓക്കെ, ജെർമേനിയം സിലിക്കൺ ഒക്കെ ഉണ്ട്. അപ്പോൾ സിലിക്കണിൽ നമ്മളിപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ, ഓക്കെ, ഗ്ലാസ് ഫൈബർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ, റൈറ്റ്? സോ ഈ സിലിക്കണിനെ കുറിച്ചും അതുകൊണ്ടാണ് ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് എല്ലാം ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും ആ ഒരു ഇതൊക്കെ ആയത്. സോ സിലിക്കൺ is a semiconductor device. Okay, silicon എന്ന് പറഞ്ഞാൽ semiconductor metal ആണ്. Okay, so silicon is a semiconductor. Now സിലിക്കൺ ഗ്രൂപ്പ് 4ലുള്ള ഗ്രൂപ്പ് 4ലുള്ള നമുക്ക് പീരിയോഡിക് ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 6, ഗ്രൂപ്പ് 1, 2, 3 എന്നൊക്കെ പറയും. അതെങ്ങനെ വെച്ചാൽ അതിൻ്റെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് നോക്കിയിട്ടാണ്. സോ സെമി കണ്ടക്ടറിൽ അതിൻ്റെ സെമി കണ്ടക്ടർ ആറ്റത്തിൽ ഹാസ് 4 ഇലക്ട്രോൺ ഇൻ ഇൻസ് ഔട്ടർ ഷെൽ. ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ ഓരോ ഷെല്ലിൽ നിൽക്കുന്ന ഷെൽ, അങ്ങനെ ഒരുപാട് ഷെല്ലുകളുണ്ട്. ഷെല്ല് 2, 8 അങ്ങനെ ഷെല്ലുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ ഈ സിലിക്കൺ ആറ്റത്തിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് അതിൻ്റെ ഔട്ടർ ഷെല്ല്, by which it makes covalent bond with its neighboring atoms in a crystal. Such outer shell electrons are called valence electron. ഓക്കെ, ഒരു സിലിക്കൺ ആറ്റത്തിൽ അതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് എന്ത്? വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ സിലിക്കൺ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിലിക്കൺ ആറ്റംസിൻ്റെ കോമ്പിനേഷൻ ആവും. ഓക്കെ, സോ എ സിലിക്കൺ ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് സിലിക്കൺ ആറ്റംസ്. ഈ സിലിക്കൺ ആറ്റംസ് എല്ലാം കൂടി 4
വാലൻസ് ഇലക്ട്രോൺസ് ഈ ഒരു ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിനെ നമ്മൾ പറയും വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഈ സിലിക്കണിന് എല്ലാ സിലിക്കൺ ആറ്റത്തിലും 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. സോ എല്ലാ സിലിക്കൺ ആറ്റത്തിൻ്റെയും ഔട്ടർ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോൺ കോവാലൻ ബോണ്ടഡ് ആയിരിക്കും. ഓക്കെ, കോവാലൻ ബോണ്ടഡ് ആയിട്ട് ആയിരിക്കും ക്രിസ്റ്റലിൽ കാണുന്നത്. ഓക്കെ, സോ സിലിക്കൺ ക്രിസ്റ്റലിൽ സിലിക്കൻസ് എല്ലാം കമ്പൈൻ ചെയ്ത് കോവാലൻ ബോണ്ടുള്ള ഫുൾ സിലിക്കൻസ് എല്ലാവർക്കും 4 ഔട്ടർ ഷെൽസ് ഉണ്ടാവും. എല്ലാ ഇലക്ട്രോൺസും തമ്മിൽ എന്താവും കോവാലൻ ബോണ്ടാവും. ഔട്ടർ ഇലക്ട്രോൺസ് 4 ഇലക്ട്രോൺസ് തമ്മിൽ അടുത്ത സിലിക്കൻ്റെ 4 ഇലക്ട്രോൺസ് തമ്മിൽ എന്താവും കോവാലൻ ബോണ്ട്സ്. അങ്ങനെ എല്ലാ വാലൻസ് ഇലക്ട്രോൺസ് തമ്മിൽ ബോണ്ടഡ് ആണ് ഇൻ സിലിക്കൺ ക്രിസ്റ്റൽ. ഓക്കെ, conduction properties of a semiconductor can be interpreted with the aid of energy band diagram. ഓക്കെ, ഇനി കണ്ടക്ഷൻ നമുക്ക് എങ്ങനെയാണ് അതായത് എത്ര കണ്ടക്ഷൻ ഉണ്ട്, കണ്ടക്ഷൻ്റെ എനർജി, അതൊക്കെ നമുക്കൊരു എനർജി ബാൻഡ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് കണ്ടക്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്, ഓക്കെ, ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഇതൊക്കെ ഒരു ബാൻഡ് ആയിട്ടല്ല, അതായത് ഒരു ഇലക്ട്രോൺസ് എനർജി കുറവായി നിൽക്കുന്ന സമയത്ത് വാലൻസ് ബാൻഡിലാവും. സോ വാലൻസ് ബാൻഡ് ഹാസ് ലെസ് എനർജി, വാലൻസ് ബാൻഡിൽ ലെസ് എനർജിയാണ് ഉണ്ടാവുക. സോ ഒരു നോർമലായിട്ട് ഒരു പ്യുവർ ആയിട്ടുള്ള സിലിക്കയിൽ വാലൻസ് ബാൻഡ് ഫുൾ ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നു ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഫുൾ ഓഫ് ഈസ് എം ടി. കണ്ടക്ഷൻ ബാൻഡ് എം ടി ആവും. അതായത് വാലൻസ് കണ്ടക്ഷൻ ബാൻഡ് ഹൈ എനർജി ലെവലാണ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡ് ലോവർ എനർജി ലെവലാണ്. വാലൻസ് ബാൻഡ് ഫുൾ ഓഫ് ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കും. സോ നമ്മൾ എന്തെങ്കിലും ഒരു എനർജിയോ ഒരു വൈബ്രേഷൻസോ വരുമ്പോൾ ഈ വാലൻസ് ബാൻഡുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് മൂവ് ചെയ്താണ്. സോ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോൺ ട്രാൻസിഷൻ. അങ്ങനെ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് പോയാൽ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡ് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടും. പക്ഷേ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ആ ഒരു വാക്കൻ പ്ലേസ് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഹോൾ, ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രോൺ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൽ ഫുൾ ഓഫ് ഇനേർട്ടായി നിൽക്കുമ്പോൾ, അതായത് പ്യുവർ സിലിക്ക ഫോമിൽ വാലൻസ് ബാൻഡ് അറ്റ് ലോ ടെമ്പറേച്ചറിൽ പ്യുവർ സിലിക്കയിൽ വേറെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ വാലൻസ് ബാൻഡ് ഫുൾ ഓഫ് ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കും. ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. സോ ഒരു ടെമ്പറേച്ചർ കൂട്ടി എന്തെങ്കിലും വൈബ്രേഷൻസ് എന്തെങ്കിലും ഈ മെറ്റലിന് വന്നാൽ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. അതായത് ഹൈ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യും. അതിപ്പോൾ സിലിക്കൺ ക്രിസ്റ്റൽ ആലോചിച്ചാൽ സിലിക്കൺ ക്രിസ്റ്റലിൽ ഓരോ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവലാണ് ഇവിടെ പറയുന്നത്. വാലൻസ് ബാൻഡ് പറയുമ്പോൾ അത് ലോ എനർജി ലെവലിലാവും. സോ അതിന് എന്തെങ്കിലും ടെമ്പറേച്ചർ കൂട്ടിയാൽ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി അക്വയർ ചെയ്ത് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, എനർജി കൂടുന്ന ഒരു സ്റ്റേറ്റ് ആണ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടും. സോ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ റിമൈൻ ചെയ്യും. ഓക്കെ, സോ ആ ഒരു വാക്യൂം സ്പേസിനാണ് ഹോൾ പറയുക, വിച്ച് ഈസ് പോസിറ്റീവ് ചാർജ്. ഞാനീ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. വാലൻസ് ഇലക്ട്രോൺസ് ഓക്കുപ്പൈ എ ബാൻഡ് ഓഫ് എനർജി ലെവൽ കാൾഡ് വാലൻസ് ബാൻഡ്. This is valence band. ഇവിടെ വാലൻസ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് ലോവസ്റ്റ് ബാൻഡ് ഓഫ് അലൗഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് ഈ ഇലക്ട്രോൺസിൻ്റെ അലൗഡ് സ്റ്റേറ്റ്സിലെ ലോവസ്റ്റ് എനർജി ബാൻഡാണ് വാലൻസ് ബാൻഡ്. സോ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺ എവിടെയാണ് occupy ചെയ്യുന്നത്, വാലൻസ് ബാൻഡിലാണ്. സോ ദ ഇലക്ട്രോൺസ് ദാറ്റ് occupy ഇൻ വാലൻസ് ബാൻഡ് ഇസ് കാൾഡ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഈ വാലൻസ് ഇലക്ട്രോൺ എവിടെയാണ് occupy ചെയ്യുന്നത്, വാലൻസ് ബാൻഡിലാണ്. അതാണ് ലോവസ്റ്റ് എനർജി ബാൻഡ്. The next higher energy level for electron is called conduction band. ഈ ഇലക്ട്രോൺസിന് എനർജി കിട്ടിയാൽ അത് വേറൊരു ലെവലിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇൻ പ്യുവർ സിലിക്ക അറ്റ് ലോ ടെമ്പറേച്ചർ ദ കണ്ടക്ഷൻ ബാൻഡ് ഇസ് കംപ്ലീറ്റ്ലി എംപ്റ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് വാലൻസ് ബാൻഡ് ഇസ് കംപ്ലീറ്റ്ലി ഫുൾ. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഫുൾ ആയിരിക്കും. ടു ബാൻഡ് സെപ്പറേറ്റഡ് ബൈ എനർജി ഗ്യാപ്പ് ഓർ ബാൻഡ് ഗ്യാപ്പ്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു എനർജി ഗ്യാപ്പ് എനർജി ഈ ഇലക്ട്രോൺസിന് കിട്ടിയാൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുള്ളൂ. ഒരു ബാൻഡ് ആയിട്ടല്ല, ഇത് ഡിഫറെൻറ്റ് എനർജി ലെവൽസിനെയാണ് പറയുന്നത്. വാലൻസ് ബാൻഡ് പറയുമ്പോൾ ലോ എനർജി ലെവൽ ആയിട്ടുള്ള പ്യുവർ സിലിക്ക ഫോമിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ തന്നെ കിടക്കും. വാലൻസ് ഇലക്ട്രോൺസ് നോർമൽ ആയിട്ടുള്ള ഒരു സിലിക്കൺ വാലൻസ് ബാൻഡിലല്ലേ കിടക്കുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പാണ് എനർജി ഗ്യാപ്പ്.
ഓക്കെ. ഈ എനർജി ഗ്യാപ്പ് നമുക്ക് മെറ്റൽ സെമി കണ്ടക്ടർ ഇൻസുലേറ്റേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റലിലാവുമ്പോൾ നല്ല അടുത്താവും, സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അതായത് കണ്ടക്ഷൻ വേഗം നടക്കും. സെമി കണ്ടക്ടറിലാകുമ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടാവും, അപ്പോൾ കണ്ടക്ഷൻ നടക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം നടക്കും, അങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് ഇൻസുലേറ്റേഴ്സ് ആകുമ്പോൾ രണ്ട് തമ്മിലുള്ള ബാങ്ക് ഗ്യാപ്പ് വളരെ കൂടുതലാണ്, സോ കണ്ടക്ഷൻ നടക്കുകയില്ല, അതായത് ബാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല, അതായത് ഹൈ എനർജി ലെവലിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല. അത് ഓരോ മെറ്റൽസിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. സോ വാലൻസ് ബാൻഡ് പറഞ്ഞാൽ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് ഓക്കുപൈ ചെയ്യുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. അവർക്ക് ലോ എനർജി ലെവൽ ആവും. അപ്പോൾ നോർമൽ സ്റ്റേറ്റിൽ വാലൻസ് ബാൻഡ് ഫുൾ ഓഫ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺ ആവും. സോ ഈ ബാൻഡ് ഗ്യാപ്പ് പറഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാനുള്ള എനർജിയാണ് ദിസ് ബാൻഡ് ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ്. ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി അക്യൂർ ചെയ്താൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. Band gap. As temperature is rise, some electrons are thermally excited across the band gap. Okay. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എനർജി അക്യൂർ ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും, എന്നിട്ട് ബാൻഡ് ഗ്യാപ്പിന് ക്രോസ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ഫോർ സിലിക്ക ദിസ് എക്സൈറ്റേഷൻ എനർജി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1.1 ഇലക്ട്രോൺ വോൾട്ട് വിച്ച് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. ഓക്കെ. ഓരോ മെറ്റലിനും, അതായത് സെമി കണ്ടക്ടേഴ്സിനും ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ്. അപ്പോൾ സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി. സോ സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ സിലിക്കയിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണമെങ്കിൽ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിൻ്റെ ഇല്ലാതെ കൂടുതൽ എനർജി അതിന് കൊടുത്താൽ അത് അങ്ങോട്ട് പോകുള്ളൂ, കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുള്ളൂ. സോ ഇൻ ഓർഡർ ടു മൂവ് ദ ഇലക്ട്രോൺസ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ഫോർ സിലിക്കൺ ആറ്റംസ് വി ഷുഡ് ഗിവ് എ വോൾട്ടേജ് ഓർ എനർജി ഗ്രേറ്റർ ദാൻ 1.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. സോ എക്സൈറ്റേഷൻ നടക്കണമെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ കൂടുതൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. that is greater than band gap energy. ഇതാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി ഫോർ സിലിക്ക. ജെർമേനിയം വേഗം മാറും. ഓക്കെ, അങ്ങനെ ഓരോന്ന് മാറും. ഡ്യൂ ടു എക്സൈറ്റേഷൻ ഇലക്ട്രോൺസ് മൂവ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ലിവിങ് എ ഹോൾ ഇൻ ബാലൻസ് ബാൻഡ്. സോ ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു വാക്കൻറ്റ് സ്പേസ് വരും, ദാറ്റ് ഇസ് കൾഡ് ഹോൾ. ഹോൾ ഹാസ് എ പോസിറ്റീവ് ചാർജ്. ദ കണ്ടക്ഷൻ ക്യാൻ ബി ഗ്രേറ്റ്ലി ഇൻക്രീസ് ബൈ ആഡിങ് ട്രേസസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഫ്രം group 5 elements, that is phosphorus, arsenic, antimony. This process is called doping. The doping semiconductor is called extrinsic semiconductor. ഇനി പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനെ പറയുന്ന പേരാണ്, അതായത് ഈ ഒരു ടൈപ്പ് സെമി, ഞാൻ അത്രയും പറഞ്ഞ സെമി കണ്ടക്ടറിൻ്റെ പേരാണ്. അതായത് സിലിക്കലിൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ ടെമ്പറേച്ചർ ചേഞ്ചോ വന്നാൽ ആ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും, അതായത് ഹൈ എനർജി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ കണ്ടക്ഷൻ ഓൾമോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ. സോ സെമി കണ്ടക്ടർ അല്ലേ, സോ ഇതിൻ്റെ കണ്ടക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ സം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ആ ഒരു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിനെ പറയുകയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ഫോം സെമി കണ്ടക്ടർ ഇസ് കാൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ ദിസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഗ്രൂപ്പ് 5 എലമെന്റ്സ് ആഡ് ചെയ്താൽ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് 5 എലമെന്റ്സ് വരുമ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്യുവർ സിലിക്ക ക്രിസ്റ്റൽ സ്ട്രക്ചറിലോട്ട് നമ്മളൊരു ഇംപ്യൂരിറ്റി, അതായത് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ഇതിലേതെങ്കിലും ഒന്ന് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. ഓക്കെ. These elements have 5 electrons in the outer shell. When they replace a silicon atom, 4 electrons are used for covalent bonding and the 5th loosely bound electrons are available for conduction. These impurities are called donors because they can donate an electron to the conduction band. This type of material is called n-type material. That is, നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ്, ആന്റിമണി, ബിസ്മത്ത്, അവരൊക്കെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു സിലിക്കൺ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുക, ഒരു ഷീറ്റ് ഓഫ് സിലിക്കൺ. ആ ഒരുപാട് സിലിക്കൺസ്, ഈ സിലിക്കൺസിന് 4 സൈഡിലും ഡബിൾ ബാൻഡ് ഇട്ടിട്ട് ഫുൾ സിലിക്കൺസിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലിക്കണിലോട്ട് ഒരു ഫോസ്ഫറസ്, ആന്റിമണി, അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഡോപ്പ് ചെയ്യും. ഇവരുടെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു സിലിക്കനെ റീപ്ലേസ് ചെയ്ത് ഒരു ഫോസ്ഫറസ് ആറ്റം അവിടെ വന്ന് നിന്നാൽ, സിലിക്കൺ റിമൂവ് ആയി ഫോസ്ഫറസ് ആറ്റം വന്ന് നിൽക്കുമ്പോൾ ഈ വേറെയുള്ള സിലിക്കൺസിൽ നിന്ന് 4 ബോണ്ട് ഇങ്ങോട്ട് വരും, കോവാലൻ ബോണ്ട് ഈ ഒരു ഫോസ്ഫറസിന് വരും. അപ്പോൾ ഈ ഫോസ്ഫറസിൻ്റെ 4 ഔട്ട് ഓഫ് 5 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രം ബാക്കിയാവും അല്ലേ, കാരണം 4
ബോണ്ടേ ഉള്ളൂ അവിടെ, കാരണം സിലിക്കൺ ആറ്റംസ് ആണ്, ഫുൾ സിലിക്കൺ ആറ്റംസ് ആണ്. അതിൽ ഒരു സിലിക്കൺ ആറ്റം റിമൂവ് ചെയ്ത് ഫോസ്ഫറസ് ആറ്റം വെക്കുമ്പോൾ ഈ ഫോസ്ഫറസ് ആറ്റത്തിൽ 4 ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും വിത്ത് സിലിക്കൺ ആറ്റംസ് ആൻഡ് 1 ഇലക്ട്രോൺ വിൽ റിമൈൻ. സോ ദിസ് ഈസ് കോൾഡ് എക്സസ് ഇലക്ട്രോൺ. ദിസ് ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് ഫോർ കണ്ടക്ഷൻ. സോ ഒരു എക്സസ് ഇലക്ട്രോൺസ് വന്നു, അതൊരു ഫ്രീ ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ ആണ് കണ്ടക്ഷൻ ഫോം ചെയ്യുക. ഈ ഇലക്ട്രോൺ നമുക്ക് ഡോണർ ഇലക്ട്രോൺ എന്ന് പറയും, കാരണം ഇതാണ് നമുക്ക് കണ്ടക്ഷന് വേണ്ടി സഹായിക്കുന്നത്, ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺ വന്നാൽ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മെറ്റീരിയൽ ഇസ് കാൾഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. അതായത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് ആഡ് ചെയ്താൽ ദാറ്റ് ഇസ് കാൾഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ തന്നെ എൻ ടൈപ്പ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ഡോണർ ലെവൽ ഫോം ചെയ്യും. ഓക്കെ, ഡോണർ ലെവൽ, അതായത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു ഡോണർ ലെവലിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ഒരു കുറച്ചൊരു എനർജി ഉള്ള ലെവലാണ്. ദിസ് ഇസ് ഡോണർ ലെവലിലാണ് ഈ ഫ്രീ ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻ എൻ ടൈപ്പ് ദർ ഇസ് ആൻ ഒക്കുപ്പൈഡ് ലെവൽ ബിലോ കണ്ടക്ഷൻ ബാൻഡ് കാൾഡ് ഡോണർ ലെവൽ. അപ്പോൾ ഇതാണ് ഈ ഒക്കുപ്പൈഡ് ലെവലാണ്, അതായത് ഈ ഫ്രീ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്ന ലെവലാണ് ഡോണർ ലെവൽ. സോ ദിസ് ഇസ് ദ ഡോണർ ലെവൽ. അത് ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡ് നേരെ താഴെയാവും. അതുകൊണ്ട് തന്നെ ഈ ഡോണർ ലെവലിൽ നിന്ന് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഡോണർ ലെവൽ, അപ്പോൾ അതായത് സാധാരണ നോർമൽ വാലൻസ് ഇലക്ട്രോൺസിൽ ബോണ്ടറാണ് വാലൻസ് ഇലക്ട്രോൺ, അപ്പോൾ അവരുടെ എനർജി കുറവായിരിക്കും. പക്ഷേ ഈ ഫ്രീ ഇലക്ട്രോണിന് എനർജി കൂടുതലാവും. അപ്പോൾ എനർജി ബാൻഡ് നിയർ ടു ഡോണർ ലെവലാവും, അപ്പോൾ ഹൈ എനർജി ലെവലാവും. സോ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്ത്, അതായത് ഇതിപ്പോൾ ഒരു മെറ്റലിൻ്റെ പോലെയായി ഇത് ഇവരുടെ കണ്ടക്ഷൻ ബാൻഡും ഈ ഡോണർ ലെവൽ ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പെട്ടെന്ന് കണ്ടക്ഷൻ സംഭവിക്കും. അങ്ങനെയാണ് കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ the conduction can also be increased by adding group 3 elements which have 3 electrons in the outer shell. In this case, 3 electrons make covalent bonds and a hole with properties identical to that of donor electrons is created. ഇനി ഒരു 3 ഗ്രൂപ്പ് മെറ്റൽസ്, 3 ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ സിലിക്കൺ ആറ്റം നമ്മൾ റീപ്ലേസ് ചെയ്ത് ഒരു 3 ഔട്ടർ ഷെല്ലിൽ വാലൻസ് ഇലക്ട്രോൺ ഉള്ള ആറ്റംസ് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതായത് അലൂമിനിയം ബോറോൺ അങ്ങനെയുള്ള ആൾക്കാർ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇതിലത്തെ 3 ഇലക്ട്രോൺസും ബോണ്ട് ചെയ്യും, പക്ഷെ ഒരു ബോണ്ട് മാത്രം, ഒരു സ്പേസ് മാത്രം വാക്കൻ്റ് ആയി കിടക്കും അല്ലേ. സോ 3 ഇലക്ട്രോൺസ് ബോണ്ട് ചെയ്യും, ഒരു സ്പേസ് വാക്കൻ്റ് ആവും, ദാറ്റ് ഈസ് കാൾഡ് ഹോള്. ഓക്കെ, ഈ ഹോൾ പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ സെയിം പ്രോപ്പർട്ടി ആണ് വിത്ത് പോസിറ്റീവ് ചാർജ്. ദിസ് ഗിവ്സ് റൈസ് ടു ആൻ അൺഓക്കുപ്പൈഡ് ലെവൽ ജസ്റ്റ് അബവ് VB. അപ്പോൾ അവിടെ ഒക്കുപ്പേഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ വാലൻസ് ബാൻഡിന്റെ തൊട്ടടുത്ത് ഒരു ആക്സെപ്റ്റർ ലെവൽ ഫോം ചെയ്യും. അത് അൺഓക്കുപ്പൈഡ്, അതായത് അതിലൊരു ഇലക്ട്രോൺസ് ഒന്നുമില്ല, ഒരു ആക്സെപ്റ്റർ ലെവൽ ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഇസ് കാൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഹോൾസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ okay, conduction occurs when electrons are excited from valence band to this acceptor level. This is called p-type semiconductor. ഇനി കണ്ടക്ഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഈ വാലൻസ് ബാൻഡ് ഇവിടെയാണ്. ഓക്കെ, സോ ഈ ആക്സെപ്റ്റർ ലെവൽ എന്ന് പറയുമ്പോൾ ഹോൾസ് ഉള്ള ലെവൽ. അപ്പോൾ ഈ ഹോൾസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്, അതായത് വാക്കൻ്റ് ആയി കിടക്കും. ഈ ഹോൾസ് ആക്സെപ്റ്റർ ലെവലിൽ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഇല്ല, എം ടി ആണ്, പക്ഷെ അവിടെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് പെട്ടെന്ന് ഈ ആക്സെപ്റ്റർ ലെവലിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും ബാൻഡ് ഗ്യാപ്പ് എന്താ ഇത് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ആക്സെപ്റ്റർ ലെവലിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിൽ കൊടുക്കുന്ന അത്ര എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഇവിടെ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോൺസ് എക്സൈറ്റഡ്. അപ്പോൾ കണ്ടക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു ദിസ് ആക്സെപ്റ്റർ ലെവൽ. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ആക്സെപ്റ്റർ ലെവലിലോട്ട് മൂവ് ചെയ്യും, കാരണം ഇവിടെ ഹോൾസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അട്രാക്ട് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യും. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ആക്സെപ്റ്റർ ലെവലിലോട്ട് മൂവ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു എനർജി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്ററിൽ നിന്ന് അതർ ലെവലിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഒരു ഹയർ ലെവലിലോട്ട് മൂവ് ചെയ്യുന്ന തന്നെയാണ്. സോ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് പറയുമ്പോൾ ഇത് ലോവർ ലെവൽ, ഇതിലാറ് കൂടുതൽ എനർജി ലെവലാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹയർ ലെവലിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, കണ്ടക്ഷൻ ഫോം ചെയ്യും. ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലിനാണ് പി ടൈപ്പ് മെറ്റീരിയൽ പറയാം. സോ ദിസ് ഇസ് എൻ ടൈപ്പ് മെറ്റീരിയൽ when a pentavalent impurity is added. Then a p-type material is formed when a trivalent impurity is added. Okay, so optical sources convert, ഇത്രയാണ് നമ്മുടെ
ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പി ടൈപ്പ് എൻ ടൈപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ പി എൻ ഫോം, ഓക്കെ, പി ടൈപ്പും നമുക്ക് എൻ ടൈപ്പ് കണ്ടക്ടേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ സോഴ്സ് പറയാം. ഒപ്റ്റിക്കൽ സോഴ്സ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു ഒപ്റ്റിക്കൽ എനർജി. ഓക്കെ, ടു ക്ലാസ് ഓഫ് ലൈറ്റ് സോഴ്സ് ദാറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞിരുന്നു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് രണ്ട് ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ലേസർ ഡയോഡ്, ദാറ്റ് ഇസ് എൽ ഡിസ്, ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, ദാറ്റ് ഇസ് എൽ ഇ ഡിസ്. ഓക്കെ, നൗ എൽ ഇ ഡിനെ കുറിച്ച് പറയാം. എൽ ഇ ഡി മീൻസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡ്, ദാറ്റ് ഇസ് എൽ ഇ ഡി. അത് ടു ടെർമിനൽ ഡിവൈസ് ആണ്. ദാറ്റ് ഇസ് ഒരു ആനോഡ് ഉണ്ടാവും, ഒരു കാത്തോഡ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എമിറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് ഇൻവേഴ്സ് ബയാസ് ഈസ് റിവേഴ്സ് ബയാസ് ഇൻ റിവേഴ്സ് ബയാസ് സിമിലർ ടു നോർമൽ പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ എൽ ഇ ഡി എന്ന് പറയുമ്പോൾ പി എയും എന്നും, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു എൽ ഇ ഡി ഫോം ചെയ്യുന്നത്. സോ പിയും എന്നും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. സോ പി എൻ ജംഗ്ഷൻ ഡയോഡാണ് എൽ ഇ ഡി. സോ ആൾസോ ഈ പി എൻ ജംഗ്ഷനിൽ ഒരു ഫോർവേഡ് ബയാസിൽ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കണമല്ലോ. ദാറ്റ് ഇസ് ഇലക്ട്രിക് എനർജി കൊടുത്താലാണ് ഒപ്റ്റിക്കലായിട്ട്, അതായത് ലൈറ്റായിട്ട് പുറത്ത് വരിക. സോ ഒരു വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ടെർമിലാണ്, അത് ഫോർവേഡ് ബയാസ്ഡ് ആയാലാണ് എന്തായി വർക്ക് ചെയ്യുക, ലൈറ്റ് എമിറ്റ് ചെയ്യുക. അത് റിവേഴ്സ് ബയാസിലാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ അത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡായിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സിമ്പിൾ ഓഫ് എൽ ഇ ഡി ആണിത്. ദാറ്റ് ഇസ് ദിസ് പോസിറ്റീവ്, ദിസ് ഇസ് ആനോഡ്. ഈ ഒരു ടെർമിനലിനെ ദിസ് ഇസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ദിസ് ഇസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. രണ്ടും സെപ്പറേറ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് രണ്ട് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ജംഗ്ഷനാണ് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ജംഗ്ഷൻ. ഈ പി ടൈപ്പിലോട്ട് കണക്ട് ചെയ്ത ഒരു ടെർമിനലിനെ പറഞ്ഞ പേരാണ് ആനോഡ്. എൻ ടൈപ്പ് എന്ന് എടുക്കുന്ന ടെർമിനലിനെ വരുന്ന പേരാണ് കാത്തോഡ്. ഓക്കെ, ദിസ് ആനോഡ് ഈസ് പോസിറ്റീവ്, കാരണം പി ടൈപ്പ് എന്നായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആവും. എൻ ടൈപ്പ് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ, സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ കാത്തോഡ് ഇസ് നെഗറ്റീവ്, ആനോഡ് ഇസ് പോസിറ്റീവ്. പിന്നെ ലൈറ്റ് ഇതിന് ഈ ഡയോഡിന് എമിറ്റ് ചെയ്തുകൊണ്ട് രണ്ട് ആരോസ് പുറത്ത് കിട്ടും. സോ ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് എൽ ഇ ഡി. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് എൽ ഇ ഡി. എങ്ങനെയാണ് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ പി ടൈപ്പും ഉണ്ട് എൻ ടൈപ്പും ഉണ്ട്. ഓക്കെ, സോ പി ടൈപ്പ് മെറ്റീരിയലിൽ അധികം എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. മെജോറിറ്റി കാരിയേഴ്സ്, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയും. മെജോറിറ്റി കാരിയേഴ്സ് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാവുന്ന കാരിയേഴ്സ്, മൈനോറിറ്റി കാരിയേഴ്സ് പറഞ്ഞാൽ മിനിമം ഉണ്ടാവുന്നത്. അപ്പോൾ പി ടൈപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. സോ ഹോൾസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ, അല്ലേ? ഹോൾസ് അല്ലേ ഉണ്ടാവുന്നത്, കാരണം നമ്മൾ ഒരു ഓക്കെ, പി ടൈപ്പ് എലിമെൻറ്റിൽ ഹോൾസ് ആണ് കൂടുതൽ ഉണ്ടാവുക. കാരണം അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 3 ആകുമ്പോൾ ഹോൾസ് ആണ് അവിടെ ഒരുപാട് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ദിസ് ഡാർക്ക് dot is electron and this hollow dot is hole. ഓക്കെ, സോ നമ്മൾ ഒരു പി ടൈപ്പ് ഉണ്ടായി, എൻ ടൈപ്പ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയട്ടെ, ഈ പി ടൈപ്പ് പറയുമ്പോൾ ഒരുപാട് ഹോൾസ് ഉണ്ടാവും, അതുപോലെ എൻ ടൈപ്പ് പറയുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ പി ടൈപ്പും എൻ ടൈപ്പും നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ജംഗ്ഷൻ ആക്കി വെക്കുകയാണ്, അല്ലേ? ഓക്കെ, ഇതുപോലെ പി ടൈപ്പും എൻ ടൈപ്പും അടുത്തോട്ട് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ എൻ ടൈപ്പിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ തൊട്ടടുത്ത് ആരാ വരുന്നത്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഈ ഫോട്ടോൺസിൻ്റെ അടുത്തോട്ട്, അതായത് ഫോട്ടോൺ എന്നല്ല, ഹോൾസിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. സോ ദ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺസ്, ജംഗ്ഷനിലുള്ള മാത്രം, ഇവിടെ ഉള്ളതൊന്നുമില്ല. അപ്പോൾ ഇത് പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്താൽ അതിൽ എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ജംഗ്ഷൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഹോളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്നതാണ്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഹോൾ സൈഡിലോട്ട്, ഹോളിൻ്റെ ജംഗ്ഷൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്തു, ഇവിടെ വാക്കൻ്റ് ആയി, അല്ലേ? ഇലക്ട്രോൺസ് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഈ ഒരു ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടി പറയാം. പി ടൈപ്പിൽ ഫുൾ ഹോൾസ് ആണ്, എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ്. സോ അവർ രണ്ടാളും ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ആ ജംഗ്ഷനിൽ തൊട്ട് അടുത്തുള്ള ജംഗ്ഷനിലാവുമ്പോൾ ആ ഒരു പോയിന്റിൽ ഇലക്ട്രോൺസും ഹോൾസും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്താവും, ഈ ഹോൾസിൻ്റെ പോർഷനിലോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ സൈഡിൽ പോസിറ്റീവ് ചാർജ് വാക്കൻ്റ് ആയി കിടക്കും. ദാറ്റ് ഈസ് ദിസ്. സോ സം ഇലക്ട്രോൺസ് മൂവ് ഫ്രം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ടു ദ ജംഗ്ഷൻ ഇലക്ട്രോൺസ് മാത്രമാണ് അങ്ങനെ മൂവ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് നെഗറ്റീവ് ചാർജ് ആവും. അപ്പോൾ കറക്റ്റ് എത്രയാണോ മൂവ് ചെയ്തത് അതേ സൈഡ് ഇവിടെ വാക്കൻ്റ് ആവും. ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. ദിസ് ഈസ് കാൾഡ് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ ഇതാണ് ഒരു ഹോൾ ഇലക്ട്രോൺ പെയർ റീകോമ്പിനേഷൻ നടത്തുന്നത്. ദിസ് ഇസ് ഡിപ്ലീഷൻ ലെയർ.
അപ്പോൾ ഒരു ബാരിയർ ആയിട്ട് ഇത് ഫോം ചെയ്യും. സോ പി ടൈപ്പിനെയും എൻ ടൈപ്പിനെയും ഇപ്പോൾ ഇവിടെ റീകമ്പൈൻ ചെയ്ത് എന്താ നിൽക്കുകയാണ്. സോ ദിസ് ഇസ് എ ബാരിയർ, ഒരു ബാരിയർ ആയിട്ട് ഫോം ചെയ്യും. സോ ഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് അത് അങ്ങനെ കമ്പൈൻ ചെയ്ത് ബോണ്ട് ചെയ്ത് നിൽക്കും. Barrier. So p-type holds a majority carrier and n-type electrons are majority carrier. At a junction, there is a depletion region. Holes are accepting electrons, that is generating negative ions. ഇവിടെയുള്ള ഹോൾസ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഹോൾസ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഹോളിൻ്റെ ജംഗ്ഷൻ്റെ അടുത്ത് ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ദിസ് ഇസ് ഇലക്ട്രോൺസ്. ആൻഡ് ഇലക്ട്രോൺസിൻ്റെ ജംഗ്ഷൻ്റെ അടുത്ത് ഹോൾസും ഫോം ചെയ്യും. ഓക്കെ, holes അങ്ങോട്ട് മൂവ് ചെയ്യും. Holes are accepting electrons, that is generating negative ions at the p-type material junction, and electrons from n-type material donating electrons and forming positive ions at the n-type material junction. n-type material junctionൽ positive ions ഫോം ചെയ്യും, കാരണം ഇത് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തു. Okay, that is the depletion layer. These negative ions and positive ions generate potential barrier. It does not allow current to pass from p-type material to n-type material. Okay, ഇനി ഇതൊരു ബാരിയർ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ ബാരിയർ എന്തെയില്ല, പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പ് മെറ്റീരിയലിലോട്ട് എന്തെയില്ല, ഒരു കറണ്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, പി ടൈപ്പ് എൻ ടൈപ്പ് മെറ്റീരിയൽസ് തമ്മിലുള്ള കറണ്ട് ഫ്ലോ ആര് ബ്ലോക്ക് ചെയ്യും? ദിസ് എനർജി ബാൻഡ്, ദിസ് എനർജി ബാൻഡ് അല്ല, ദിസ് ഡിപ്ലീഷൻ റീജിയണ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് അലോ കറണ്ട് ടു പാസ് ഫ്രം പി ടൈപ്പ് മെറ്റീരിയൽ നിന്ന് എൻ ടൈപ്പ് മെറ്റീരിയലിലോട്ട് കറണ്ട് പാസ് ചെയ്യാൻ ഈ ഡിപ്ലീഷൻ ലെയർ എന്താവില്ല, സമ്മതിക്കില്ല, അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, വെൻ വി ആർ കണക്ടിങ് എ ഫോർവേഡ് ബയസ്. അപ്പോൾ ഇനി നമുക്ക് എൽ ഇ ഡിൻ്റെ ഫംഗ്ഷൻ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എൽ ഇ ഡി സ്ട്രക്ചർ എങ്ങോട്ട് ഫോർവേഡ് ബയാസ്ഡ് ചെയ്താലേ നമുക്ക് എൽ ഇ ഡി, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എൽ ഇ ഡി സ്ട്രക്ചറാണ്. ഇതിനെ ഫോർവേഡ് ബയാസ്ഡ് ചെയ്താലേ നമുക്ക് എൽ ഇ ഡിൻ്റെ ഫംഗ്ഷൻ പറയാൻ പറ്റുള്ളൂ. സോ ഫോർവേഡ് ബയാസ്ഡ്. ദെൻ ഫോർവേഡ് ബയാസ്ഡ് പറയുമ്പോൾ പീൻ്റെ അടുത്തോട്ട് പോസിറ്റീവ് കൊടുക്കണം, എന്നിൻ്റെ അടുത്ത് നെഗറ്റീവ് കൊടുക്കണം. അതറിയാലോ. റിവേഴ്സ് ബയാസ്ഡ് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ചെയ്തിട്ട് ബയാസ് ചെയ്യണം. സോ പി പോസിറ്റീവ് കൊടുക്കും. സോ ഈ ഒരു കേസിൽ ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഇവിടെ പോസിറ്റീവ് അയോൺസ് ഈ ഹോൾസിനെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓക്കെ, അട്രാക്റ്റ് അല്ല, റിപ്പൽ ചെയ്യും. സോ റിപ്പൽ ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ്, ഈ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ എൻ ടൈപ്പ് റീജിയനിലോട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസും രണ്ട് നെഗറ്റീവ് അല്ലേ, അപ്പോൾ രണ്ടും കൂടി റിപ്പൽ ചെയ്യും. അങ്ങനെ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, പി സൈഡിലോട്ട് മൂവ് ചെയ്യും. സോ ഹോൾസ് വിൽ മൂവ് ടു എൻ സൈഡ്, എൻ ടൈപ്പ് സൈഡ്, ആൻഡ് ഇലക്ട്രോൺസ് വിൽ മൂവ് ടു പി സൈഡ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. Connect LED in forward bias, then holes from p side material jump to n type side and electrons from n type material jump to p type side. Then they will recombine and release energy. Okay, അപ്പോൾ ഇവിടുന്ന് എന്തായത്, പോസിറ്റീവ് അയോൺസ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവും ഹോൾസും പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൾഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് ഹോൾസ് ഈ സൈഡിലോട്ട് എൻ ടൈപ്പ് സൈഡിലോട്ട് പോകും. അപ്പോൾ ഈ ഹോൾസ് ഇവിടെ പോകുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിനായിട്ട് കമ്പൈൻ ചെയ്ത് ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് അയോൺസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് റിപ്പൾഷൻ സംഭവിച്ചു, അതായത് ഒരു പുഷ് കൊടുത്തിട്ട് റിപ്പൾഷൻ സംഭവിച്ചിട്ട് ഇതെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഹോൾസിൻ്റെ സൈഡിൽ പോകും. എന്നിട്ട് ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ റീകമ്പൈൻ ചെയ്യും. റീകമ്പൈൻ ചെയ്തിട്ട് എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ റീകോമ്പിനേഷൻ പ്രോസസ്സിൽ എനർജി റിലീസ് ചെയ്യും. ഓക്കെ, ആസ് എ ലൈറ്റ്, അതാണ് ലൈറ്റായിട്ട് പുറത്ത് പോകുന്നത്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ അപ്പോൾ ഒരു ഫോർവേഡ് ബയാസ്ഡ് കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പി ടൈപ്പ് റീജിയനിലോട്ടും ഹോൾസ് എൻ ടൈപ്പ് റീജിയനിലോട്ടും മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ പെയർ കോമ്പിനേഷൻ വരും ആൻഡ് ഇറ്റ് വിൽ റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ ഫങ്ഷൻ. ഓക്കെ, then p-type material has holes as free charge carrier. p-type materials free charge carriers ആയിട്ട് എന്ത് holes ഉണ്ട്, and n-type material has electrons as free charge carriers. These free charge carriers are in conduction band. These charge carriers jump from conduction band to valence band and it will release an energy Eg is equal to h nu. h of h nu is equal to h nu. അത്രയും വരും. അതായത് നമ്മളിപ്പോൾ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് നോക്കുകയാണെങ്കിൽ ഹൈ എനർജി ലെവലിലാണ് ഇവർ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവരൊക്കെ ഹൈ എനർജി ലെവലിലായി. ഹൈ എനർജി ലെവലിൽ നിന്ന് ഇവരെന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ബാലൻസ് ബാൻഡിലോട്ട് മൂവ് ചെയ്യും. അതായത് റീകോമ്പിനേഷൻ സംഭവിക്കും. റീകോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത്. സോ വെൻ ഇലക്ട്രോൺസ് മൂവ് ഫ്രം കണ്ടക്ഷൻ ബാൻഡ് ടു ഇലക്ട്രോൺസ് അല്ല, അതായത് നമ്മൾ ഫ്രീ ചാർജ് കാരിയേഴ്സ് മൂവ് ഫ്രം കണ്ടക്ഷൻ ബാൻഡ് ടു വാലൻസ് ബാൻഡ് ബൈ എമിറ്റിംഗ് എനർജി.
in the form of light. ലൈറ്റിൻ്റെ ഫോമിൽ ഒരു ഹൈ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എനർജി പ്രിസർവ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു എനർജി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് എനർജിനെ എന്ത് ചെയ്യും, ഇത് റിലീസ് ചെയ്യും. ഓക്കെ, ഈ എനർജി എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിന് ഈക്വൽ ആവും. ഓക്കെ അല്ലേ, ഈ ബാൻഡ് ഗ്യാപ്പ് ഇങ്ങോട്ട് തന്നെ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി ആണ്, ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിന് ഈക്വൽ ആവും. ദാറ്റ് ഇസ് കാൾഡ് Eg, വിച്ച് ഇസ് കാൾഡ് hν. ഈ സിക്കൽ ടു hν അറിയില്ല. hν പറഞ്ഞ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് hf. ഫ്രീക്വൻസിനെ c/λ തരും. സോ ഇറ്റ്സ് c/λ. ഓക്കെ, മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ LED യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഗാലിയം ആർസനൈഡ്. ഈ ഗാലിയം ആർസനൈഡ് എന്നുള്ള മെറ്റീരിയൽ ഇൻഫ്രാറെഡ് LED ആയിട്ട് യൂസ് ചെയ്യും. അത് ഇൻഫ്രാറെഡ് LED ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന LED. സോ ദിസ് ഇസ് യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോൾ. നമ്മൾ AC റിമോട്ട് കൺട്രോൾ, അതുപോലെ തന്നെ നമ്മൾ TV റിമോട്ട് കൺട്രോളൊക്കെ യൂസ് ചെയ്യുന്ന LED ആണ് ഗാലിയം ആർസനൈഡ് LED. ഗാലിയം ഫോസ്ഫൈഡ് LED പറയുമ്പോൾ റെഡ് ഓർ ഗ്രീൻ ലൈറ്റ് തരും. ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് LED എന്ന് പറയുമ്പോൾ റെഡ് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് തരും. ഇതാണ് LED യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് LED എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, LED ലൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹിയർ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ LEDs യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് LED കുറിച്ച് പറയാം. ഓക്കെ, ഈസ് ഈക്വൽ ടു hν ഫോം ചെയ്യും അല്ലേ, അതൊക്കെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈ ഫിഗറാണ് നമ്മൾ നേരത്തെ വെച്ച ഫിഗർ കേട്ടോ. അപ്പോൾ ഇത് ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷനൊക്കെ വരുന്ന ഈ ഒരു പ്രോസസ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്തു. അതായത് ഇലക്ട്രോൺസ് അങ്ങോട്ട് P ടൈപ്പിലോട്ടും ഹോൾസ് ഇങ്ങോട്ട് P ടൈപ്പിലോട്ടും N ടൈപ്പിലോട്ടും മൂവ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്ത് ഫോട്ടോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഇതിനാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഇലക്ട്രോൺ ഹോൾ, അതായത് നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് നമ്മൾ ഫോർവേഡ് ബയാസിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ ഫോം ചെയ്യും. ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ ഫോം ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഈ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യും. എനർജി റിലീസ് ഇൻ ദ ഫോം ഓഫ് എനർജി റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ദിസ് ഇസ് കാൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, സ്പോണ്ടേനിയസ് എമിഷൻ ആണ് LED പ്രിൻസിപ്പിൾ. ഓക്കെ, the reabsorption of emitted photon is avoided by properly designing the LED structure. അപ്പോൾ നമ്മൾ പറഞ്ഞു LED-ന്ന് എന്ത് ചെയ്യും, ലൈറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ LED-ലോട്ട് തന്നെ അബ്സോർബ് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, LED-ൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ് ആൻഡ് ഹെൻസ് ദ കളർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ദ മെറ്റീരിയൽ ഫോമിംഗ് ദ PN ജംഗ്ഷൻ. അതുപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വരുമ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം കളർ ചേഞ്ച് ആവും. സോ ഈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ കളർ ഓഫ് LED-ൻ്റെ കളർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. ഈ ഓരോ LED-ൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിനെയാണ് ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിക്ക് അനുസരിച്ച് ഈ LED-ൻ്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ LED-ൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിനനുസരിച്ച് അതിൻ്റെ LED-ൻ്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യും. ബാൻഡ് ഗ്യാപ്പ് എനർജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റ് എനർജി ചേഞ്ച് ചെയ്യും. The emitted photon energy is approximately equal to the band gap energy of the semiconductor. The following equation relate. Okay, നമ്മൾ പറഞ്ഞു is equal to hν. അതിൽ നിന്ന് c/λ, λ is equal to hc/Eg. അതിലോട്ട് c-ൻ്റെയും അതുപോലെ തന്നെ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഒക്കെ വാല്യൂ ഇട്ട് കൊടുത്താൽ λ is equal to 1.24/Eg എന്ന് കിട്ടും. സോ എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, 2 ഇലക്ട്രോൺ വോൾട്ടുള്ള ബാൻഡ് ഗ്യാപ്പ് ലൈറ്റിന് 620 നാനോമീറ്റർ ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് ഉണ്ടാവുക. സോ ആ ഒരു വേവ് ലെങ്ത്തിൽ റെഡ് ലൈറ്റാണ്, റെഡ് LED കിട്ടും. അതുപോലെ തന്നെ 3 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് എനർജിയിൽ നമുക്ക് 414 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു വയലറ്റ് കളർ ലൈറ്റ് കിട്ടും, LED കിട്ടും. നെക്സ്റ്റ് ഡയറക്റ്റ് കോമ്പിനേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോമ്പിനേഷൻ, റീകോമ്പിനേഷൻ. അതായത് നമ്മൾ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ കമ്പൈൻ ചെയ്യും പറഞ്ഞു. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ബാലൻസ് ബാൻഡിലോട്ട് മൂവ് ചെയ്ത് ഓക്കെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, റീകോമ്പിൻ ചെയ്യും. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ബാലൻസ് ബാൻഡിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് റീകോമ്പിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ ഉണ്ട്. In direct band gap material, the minimum energy of the conduction band lies directly above the maximum energy of the valence band in momentum space energy. Momentum space energy, അതായത് നമ്മുടെ momentum space energy, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻ്റം. സോ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു വെലോസിറ്റീൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് പറഞ്ഞാൽ ഹൈ എനർജി ലെവലാണ്. ഓക്കെ,
വാലൻസ് ബാൻഡ് പറഞ്ഞാൽ ലോവർ എനർജി ലെവലാണ്. വാലൻസ് ബാൻഡ് ടോപ്പിലായിരിക്കും ഹയർ എനർജി ഉണ്ടാവുക. അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിന്റെ താഴെ ആയിരിക്കും ലോവർ എനർജി ബാൻഡ് ഉണ്ടാവുക. സോ ഇതുപോലെ ഓക്കെ കണ്ടോ, ഇലക്ട്രോൺ എനർജി മൊമെന്റും. സോ വാലൻസ് ബാൻഡ് ഇങ്ങനെ വരികയാണെങ്കിൽ വാലൻസ് ബാൻഡിന്റെ ടോപ്പ് ലെയറിലാവും ഹയർ എനർജി ലെവൽ, കണ്ടക്ഷൻ ബാൻഡ് ലോവർ ലെവലിലാവും ലോവർ എനർജി ലെവൽ. ഓക്കെ, സോ okay, figure shows the electron energy E and the K plot of the direct band gap material. In this material, free electrons at the bottom of the conduction band can recombine directly with the free holes at the top of the valence band as the momentum of two particles is same. So, രണ്ട് പാർട്ടിക്കിളിന്റെ മൊമെന്റം സെയിം ആവുന്ന അവരുടെ സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് സ്പീഡും അവരുടെ മൂവ്മെന്റ് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെ ഇതിന്റെ ടോപ്പും ഇതിന്റെ, അതായത് ഇതിന്റെ ബോട്ടം ലെവലും ഇതിന്റെ ടോപ്പ് ലെവലും ഡയറക്റ്റ്, അതായത് ഒരുപോലെ വരും. ഓക്കെ, ഇതിന്റെ ബോട്ടം ഇതിന്റെ ടോപ്പും അങ്ങനെ ആവുമ്പോൾ ഇവിടെ വാലൻസ് ബാൻഡിൽ എന്തുണ്ട്, ഹോൾസ് ഉണ്ട് അല്ലെ. ഹോൾസ് എങ്ങനെ ഫോം ചെയ്തത്, ആദ്യം നമുക്ക് എക്സൈറ്റേഷൻ വരുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിൽ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഹോൾസ് ഫോം ചെയ്യും വാലൻസ് ബാൻഡിൽ. അപ്പോൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഹോൾസ് ടോപ്പ് വാലൻസ് ബാൻഡിൽ ഹോൾസ് ഫോം ചെയ്യും. അപ്പോൾ ഈ വാലൻസ് ബാൻഡിന്റെ ടോപ്പ്, ഏറ്റവും ടോപ്പ് എനർജി ലെവലിൽ കുറേ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ വേണ്ട, ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യണം, വാലൻസ് ബാൻഡിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് ട്രാൻസിഷനിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ബോട്ടം ഓഫ് കണ്ടക്ഷൻ ബാൻഡ്, ബോട്ടം ഓഫ് കണ്ടക്ഷൻ ബാൻഡിന്റെ ഈ താഴെയായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ടോപ്പിൽ വാലൻസ് ബാൻഡിന്റെ ടോപ്പിൽ എന്തുണ്ടാവും, ഹോൾസ് ഉണ്ടാവും. സോ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഡയറക്റ്റ് ആയിട്ട് ഈ ഹോൾസിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, വിത്തൗട്ട് എനി ഹെൽപ്പ്, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഈ ഇലക്ട്രോൺസ് ഫ്രം ബോട്ടം ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് വിൽ മൂവ് ടു ദ ഹോൾ which are placed in the top of the valence band. Okay, top of the valence band as the momentum of two particles are same. This direct transition of electrons from conduction band to valence band provides an efficient mechanism for photon emission, and average time minority carrier remains in a free state before recombination. That is, the minority carrier lifetime is 10 raised to minus 8 to 10 raised to minus 10. This is known as direct recombination. Direct recombination occurs spontaneously. പെട്ടെന്ന് നടക്കുക. അതെന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി ഉണ്ട്, വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. സോ കണ്ടക്ഷൻ ബാൻഡിലുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണല്ലേ മൂവ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അവിടെ റീകോമ്പിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കണ്ടക്ഷൻ ബാൻഡിൽ ലൈഫ് ടൈം കുറവാണ്, അതായത് കുറച്ച് സമയം കണ്ടക്ഷൻ ബാൻഡിൽ നിൽക്കുള്ളൂ. എന്നിട്ട് അത് എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് തന്നെ, അതായത് വാലൻസ് ബാൻഡിലോട്ട് തന്നെ മൂവ് ചെയ്യും. സോ ഈ വാലൻസ് ബാൻഡിലോട്ട് ഇതാണ് റീകോമ്പിനേഷൻ പ്രോസസ്സ്. അതായത് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു, ഇലക്ട്രോൺസ് ഹോളിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്ന് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിൽ നിൽക്കുന്ന സമയം പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ആണ് പറയാം ഡയറക്റ്റ് റീകോമ്പിനേഷൻ. ആൻഡ് ദിസ് ഇസ് സ്പോണ്ടേനിയസ്. ഇത് സ്പോണ്ടേനിയസ് ആണ് നടക്കുന്നത്, വേറെ എക്സ്റ്റേണൽ എനർജി ഒന്നുമില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ വാലൻസ് ബാൻഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, ഹൈ എനർജി ലെവലിൽ ലോവർ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യാണ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസ് ഹോളിലോട്ട് വരും, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുമ്പോൾ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് എച്ച്. സോ ഹോൾസ്, ദിസ് ഈസ് കാൾഡ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ എന്ന് പറയും. സോ ഹോൾസ്, ഇലക്ട്രോൺസ് വിൽ മൂവ് ടു ദ വാലൻസ് ബാൻഡ് and form electron hole pair. That is, electrons move from higher energy level to lower energy level, and it will release energy H. Okay, this is called direct recombination അല്ലെങ്കിൽ radiative recombination. This is called spontaneous emission of H. Okay, then indirect recombination. In the indirect band gap material, the minimum energy in the conduction band is shifted by a k vector related to the valence band. വാലൻസ് ബാൻഡിനെ റിലേറ്റ് ചെയ്യുമ്പോൾ, ദിസ് വാലൻസ് ബാൻഡ് നോക്കുമ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ കണ്ടോ മിനിമം എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വാലൻസ് ബാൻഡിൻ്റെ ഹയസ്റ്റ് എനർജി കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവസ്റ്റ് എനർജി നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, കെ ഷിഫ്റ്റ് നടന്നിട്ടുണ്ടാവും. വെക്ടർ റിലേറ്റഡ് ടു ദ വാലൻസ് ബാൻഡ്. ദ കെ വെക്ടർ ഡിഫറൻസ് റിപ്രസെന്റ് ദ ഡിഫറൻസ് ഇൻ മൊമെന്റം. മൊമെന്റത്തിലുള്ള ഡിഫറൻസാണ്, കാരണം അതിൻ്റെ വെലോസിറ്റിയിലും വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് എന്ത് വരുന്നത്, ഈ ഷിഫ്റ്റ് വരുന്നത്. ഡ്യൂ ടു
this difference in momentum, the probability of direct electron hole recombination is less relatively low. അതായത് ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി കുറവാണ്. കാരണം ഈ കണ്ടക്ഷൻ ബാൻഡ് ഇതൊരു ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ട്രാൻസിഷൻ വേണം. അപ്പോൾ ഈ ഒരു ട്രാൻസിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ഈ ഒരു നൈട്രജൻ റീകോമ്പിനേഷൻ. അഡീഷൻ ഓഫ് നൈട്രജൻ എന്ത് റീകോമ്പിനേഷനെ സഹായിക്കും. For electron hole recombination to take place, it is essential that electron loses momentum such that it has momentum value correspond to the maximum energy of the valence band. Valence band in the maximum energy momentum value വേണം. ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ലോവറിന് വാലൻസ് ബാൻഡിലുള്ള മാക്സിമം എനർജിയിലുള്ള രണ്ടിൻ്റെ മൊമെൻറ്റം സെയിം ആവണം. ദീസ് മെറ്റീരിയൽ അഡീഷണൽ ഡോപ്പൻസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആർ ആഡ് വിച്ച് ഫോം വെരി ഷാലോ ഡോണർ സ്റ്റേറ്റ്സ്. ഒരു ഷാലോ ആയിട്ടുള്ള ഡീപ്പല്ല, ജസ്റ്റ് ഷാലോ ആയിട്ടുള്ള ഒരു ഡോണർ സ്റ്റേറ്റ് ഫോം ചെയ്യും. ദീസ് ഡോണർ സ്റ്റേറ്റ് ക്യാപ്ചർ ദ ഫ്രീ ഇലക്ട്രോൺസ് ലോക്കലി പ്രൊവൈഡിങ് ദ നെസറി മൊമെൻറ്റം ഷിഫ്റ്റ് ഫോർ റീകോമ്പിനേഷൻ. എന്നിട്ട് മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യും, റീകോമ്പിനേഷന് വേണ്ട ഷിഫ്റ്റിംഗ് നടക്കും. ദീസ് ഡോണർ സ്റ്റേറ്റ് സേവ് ആസ് റീകോമ്പിനേഷൻ സെൻറ്റേഴ്സ്. ദിസ് ഇസ് കാൾഡ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ എന്ന് പറയും. അതായത് ഈ ഒരു പൊസിഷനിൽ ഇതെന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നൈട്രജൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഇവിടെയാണല്ലോ ഇവിടുത്തെ പീക്ക് വരുന്നത്. ലോ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എനർജി ലെവൽ ഇവിടെയും വാലൻസ് ബാൻഡ് ഹൈ എനർജി ലെവൽ ഇവിടെയാണ് വരുന്നത്. സോ ഇത് ഒരു തൽക്കാലം ഡോപ്പൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ലോക്കലായിട്ട് ഒരു ഷാലോ എനർജി ലെവൽ ഫോം ചെയ്യും ബൈ ദിസ് നൈട്രജൻ ആറ്റം. എന്നിട്ട് ഇലക്ട്രോൺസ് ഈ ലെവലിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ഇലക്ട്രോൺസ് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യും, ബാലൻസ് ബാൻഡിലോട്ട് മൂവ് ചെയ്യും ആൻഡ് ട്രാൻസ്മിറ്റ് എച്ച്. ഇതിനാണ് പറയുക നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ഓർ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ. ഓക്കെ, ആൻഡ് and we have to study about quantum efficiency. Okay, quantum efficiency of LED. The internal quantum efficiency of LED is the ratio of photon generated to the injected electrons. Okay, എത്ര ഫോട്ടോൺ ജനറേറ്റ് ചെയ്തു അത് ബൈ എത്ര ഇലക്ട്രോൺസ് ഇഞ്ചെക്ട് ചെയ്തു. സോ അതായത് കണ്ടക്ഷൻ ബാൻഡിൽ വാലൻസ് ബാൻഡിലോട്ട് എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്തു, അതും അതുപോലെ തന്നെ ഫോട്ടോൺ എത്ര ജനറേറ്റ് ചെയ്തു. മൂവ് ചെയ്യുമ്പോഴാണ് ഫോട്ടോൺ ജനറേറ്റ്, അവർ തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഫുൾ ഇഞ്ചെക്ട് ചെയ്തതിനും രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് 100% എഫിഷ്യൻസി കിട്ടും. അതായത് ജനറേറ്റ് ഇലക്ട്രോൺസ് ഫുൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ മാക്സിമം ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്താൽ നമുക്ക് 100% എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ദെൻ ഇന്റേണൽ എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ഹോമോജംഗ്ഷൻ LED ഈസ് അബൌട്ട് 50% ഡ്യൂ ടു ആബ്സൻസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഹോമോജംഗ്ഷൻ LED അതായത് നോർമൽ LED ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ പിയും എന്നും ആണെങ്കിൽ ഒരു ജംഗ്ഷനിലോ, ഹോമോ ജംഗ്ഷൻ LED എന്ത് സംഭവിക്കും, 50% നമുക്ക് എന്തുണ്ടാവുള്ളൂ, എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അതിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ കുറവായിരിക്കും. ഓക്കെ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റീകോമ്പിനേഷൻ കുറവായിരിക്കും. ഇറ്റ്സ് ടോട്ടലി ലൈസ് ഓൺ സ്പോണ്ടേനിയസ് എമിഷൻ വിച്ച് അലോസ് നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ഓക്കെ, ഈ ഹോമോ ജംഗ്ഷൻ LEDസിൽ അതായത് ഒരു ജംഗ്ഷൻ പോകുന്ന പിയും എന്നും സെയിം മെറ്റീരിയലിൽ ഡോപ്പ് ചെയ്യുമ്പോഴാണ് ഹോമോ ജംഗ്ഷൻ LEDs ഉണ്ടാവുക. ഈ LEDസിൽ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഇംപെർഫെക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് റീകോമ്പിനേഷൻ അലൗഡ് അല്ല. സോ 50% എഫിഷ്യൻസിയെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ അവിടെ എന്ത് കോമ്പിനേഷൻ, നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ ആണ് ഫോം ചെയ്യുക ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് പെർഫെക്ഷൻസ്. അങ്ങനെ നമുക്ക് ഈ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ഹെട്രോജംഗ്ഷൻ സ്ട്രക്ചർ യൂസ് ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. അബൌട്ട് ടു 60 to 80% നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് ദിസ് എഫിഷ്യൻസി ഇന്റേണലിൻ്റെ എഫിഷ്യൻസി നോക്കാം. ഓക്കെ, ഇന്റേണൽ എഫിഷ്യൻസി നോക്കാം. സോ എഫിഷ്യൻസി ഇന്റേണൽ ഇസ് ഈക്വൽ ടു RR/RT, ദാറ്റ് ഈസ് radiative recombination by total recombination. So internal efficiency is the ratio of radiative recombination by total recombination. Radiative recombination എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റീകോമ്പിനേഷനും അതുപോലെ തന്നെ ടോട്ടൽ റീകോമ്പിനേഷൻ, അതായത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റീകോമ്പിനേഷൻ അതാണ്. ഓക്കെ, റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ബൈ ടോട്ടൽ റീകോമ്പിനേഷൻ. The total recombination means radiative recombination plus non-radiative recombination. That is eta internal is equal to capital R/RT എന്ന് പറയും. Okay, that is radiative recombination, total radiative recombination. For exponential decay നമ്മൾ അതിൻ്റെ ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ TR റേഡിയേറ്റീവ് ഡീക്കേൻ്റെ ലൈഫ് ടൈം എന്ന് പറയുകയാണെങ്കിൽ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ്റെ ലൈഫ് ടൈം TR is equal to delta N/RR, that is radiative recombination. Non-radiative recombination the lifetime TNR is equal to non-radiating
recombination, that is NR, that is ternary lifetime, which is equal to delta N by R NR, non-radiating. Okay. അപ്പോൾ ടോട്ടൽ റീകോമ്പിനേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ടി ആറും ടി എൻ ആറും, ദാറ്റ് ഈസ് ഇവിടെ 1/delta ഇത് സെയിം ആണ്. സോ ടോട്ടൽ റീകോമ്പിനേഷൻ therefore we have like 1/t is equal to 1/tr plus 1/tnr. ഓക്കെ, അപ്പോൾ ഈ റേറ്റും ലൈഫ് ടൈമും തമ്മിൽ റീകോമ്പിനേഷൻ ഉണ്ടോ, റീകോമ്പിനേഷനും ലൈഫ് ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ 1/t ടോട്ടൽ ഇസ് ഈക്വൽ ടു 1/tr പ്ലസ് 1/tnr. ദാറ്റ് ഈസ് ടി ആർ എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം ഓഫ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ, ടി എൻ ആർ എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം ഓഫ് നോൺ റേഡിയേറ്റിംഗ് റീകോമ്പിനേഷൻ. ഓക്കെ, ഇന്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി ടോട്ടൽ ആയിട്ട് വരിക ഈറ്റ ഇന്റേണൽ ഇസ് ഈക്വൽ ടു 1/, ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ ആർ ആർ എന്ന് കൊടുക്കുക. മൊത്തമായിട്ട് ഡിവൈഡ് ബൈ ആർ ആർ കൊടുക്കുമ്പോൾ ആർ ആർ ബൈ ആർ ആർ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ മൊത്തമായിട്ട് ആർ ആർ ബൈ ആർ ആർ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ആർ എൻ ആർ ബൈ ആർ ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ, efficiency internal is equal to 1/1 plus RNR by RR കിട്ടും. That is equal to 1/1 plus, അപ്പോൾ ഇതെന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ ആർ എൻ ആർ എന്നുള്ളത് ടി ആർ ബൈ ടി എൻ ആർ എന്നല്ല, സിൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടി എൻ ബൈ ടി എൻ ആർ, ദെൻ ഈറ്റ ഇന്റേണൽ ഇസ് ഈക്വൽ ടു ഈ ഒരു ഇതും ഈ ഒരു ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി ഇൻ ടേം ഓഫ് ലൈഫ് ടൈം ടി ബൈ ടി ആർ കിട്ടും. അതായത് ടോട്ടൽ ലൈഫ് ടൈം ബൈ റീകോമ്പിനേഷൻ, അതായത് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ലൈഫ് ടൈം. സോ എഫിഷ്യൻസി ഇൻ ലൈഫ് ടൈം ടി ബൈ ടി ആർ കിട്ടും. സോ എഫിഷ്യൻസി ഇൻ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ്റെ ടൈമിലുള്ള എഫിഷ്യൻസി 1/1 പ്ലസ് ആർ എൻ ആർ ബൈ ആർ ആർ. ഓക്കെ, then external quantum efficiency in the just a equation ആക്കി പഠിച്ചാൽ മതി. That is external 1/n into n plus 1 all square എന്നാണ് external efficiency in the recombination വരുന്നത്. Okay, external efficiency is the ratio of photons emitted from the LED to the number of internally generated photons. Okay, the photons in the refractive index. And to find the external quantum efficiency we need to consider radiation geometry. LED in the റേഡിയേഷൻ ജോമെട്രി നോക്കണം. ഓക്കെ, സോ ഇതിൽ ആ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. എക്സ്റ്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി 1/n into n plus 1 all square. ഓക്കെ, ഇനി ഡബിൾ ഹെട്രോഡൈൻ ജംഗ്ഷൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഡബിൾ ഹെട്രോഡൈൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2 ജംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, പി പി എൻ. സോ പിയും പിയും തമ്മിലൊരു ജംഗ്ഷനും പിയും എന്നും തമ്മിലുള്ള ജംഗ്ഷൻ. ഇവിടെ പി എന്നുള്ള ഡോപ്പ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയലാവും, ഉണ്ടാവും അലൂമിനിയം ഗാലിയം ആർസനൈഡും ഗാലിയം ആർസനൈഡ്. അപ്പോൾ ആ ഒരു ഇത് പഠിച്ചാൽ മതി. എന്താണ് അവിടെ നമ്മൾ ഡബിൾ ഹെട്രോ ജംഗ്ഷൻ എൽ ഇ ഡിയിലാണ് കൂടുതൽ എന്തുണ്ടാവുക, എഫിഷ്യൻസി കൂടുക. ദ എൽ ഇ ഡി റിയലൈസ്ഡ് യൂസിങ് 2 ഡിഫറെൻ്റ്ലി ഡോപ്ഡ് സെമി കണ്ടക്ടർ ദാറ്റ് ആർ ദ സെയിം മെറ്റീരിയൽ ഇസ് കാൾഡ് ഹോമോ ജംഗ്ഷൻ. ഹോമോ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സെയിം മെറ്റീരിയലിൽ ഡിഫറെൻറ്റ് ഡോപ്പിംഗ് ലെവൽ, അതായത് പിയും എന്നും ഡോപ്പ് ചെയ്യുക. ഇവിടെ എന്താ പറയുക, എൽ ഇ ഡി യൂസിങ് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ദേ ഹാവ് കോൾഡ് ഹെട്രോജൻ. 2 ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ, 2 മെറ്റീരിയലിന് ഡോപ്പ് ചെയ്യുന്നതിനാണ് ഹെട്രോജംഗ്ഷൻ എന്ന് പറയാം. ഹെട്രോജംഗ്ഷൻ എൽ ഇ ഡിസ് ബ്രൈറ്റർ ആണ് ദെൻ ഹോമോജംഗ്ഷൻ എൽ ഇ ഡിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് സ്ട്രക്ചർ ആവും വരിക. ഓക്കെ, heterojunction is formed between 2 semiconductors which had different band gap but same lattice parameter. ലാറ്റിസ് പാരാമീറ്റർ സെയിം ആയതുകൊണ്ടാണ് ഇവരെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ബാൻഡ് ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ബാൻഡ് ഗ്യാപ്പ് ഡിഫറെൻ്റ് ആവും. ഹെട്രോജംഗ്ഷൻ എൽ ഇ ഡിസിന് 2 ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ഹെട്രോജംഗ്ഷൻ എൽ ഇ ഡി, ബാൻഡ് ഗ്യാപ്പ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ ഹെട്രോജംഗ്ഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹെട്രോജംഗ്ഷനിലാവും കൂടുതൽ എന്തുണ്ടാവുക, എഫിഷ്യൻസി ഉണ്ടാവുക. ഓക്കെ, that's all about today's class. Okay, thank you, have a nice day.